പത്തനംതിട്ടയിലേക്കാണ്. പത്തനംതിട്ട തിരുവല്ലയിൽ പീഡനക്കേസ് പ്രതിയെ പാർട്ടിയിൽ തിരിച്ചെടുത്ത വിവാദം അന്വേഷിക്കാൻ കമ്മീഷനെ നിയോഗിച്ച് സിപിഐഎം. CC സജിമോനെ പാർട്ടിയിൽ തിരിച്ചെടുത്തത് 3-അംഗ കമ്മീഷൻ അന്വേഷിക്കും. സിപിഐഎം സംസ്ഥാന കമ്മിറ്റി നിർദ്ദേശപ്രകാരമാണ് അന്വേഷണം. പ്രവീൺ പുരുഷോത്തമൻ നൽകും കൂടുതൽ വിവരങ്ങൾ. പ്രവീൺ പുരുഷോത്തമൻ, എങ്ങനെ ഇയാൾ തിരികെ എത്തി എന്നതിൽ വിവാദവും തർക്കവുമൊക്കെ ആയതാണ് പാർട്ടിക്കുള്ളിൽ. ഇപ്പോൾ 3-അംഗ കമ്മീഷൻ ആരൊക്കെയാണ് അന്വേഷിക്കുന്നത്? സംസ്ഥാന കമ്മിറ്റിയുടെ നടപടിയുടെ വിവരങ്ങൾ എന്തും? സുജയ, പത്തനംതിട്ട തിരുവല്ലയിൽ CPIM-ൽ വീണ്ടും തർക്കങ്ങൾ തുടരുകയാണ്. തിരുവല്ല കോട്ടാലി ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്ന CC സജിമോനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിരുന്നു. സജിമോനെതിരെ ഒരു പീഡന പരാതിയാണ് പോലീസിൽ ലഭിച്ചിരുന്നത്. അതിൻ്റെ തുടർച്ചയായിട്ടായിരുന്നു ആദ്യം സസ്പെൻഷനും പിന്നീട് സജിമോനെ CPIM-ൽ നിന്ന് പുറത്താക്കുന്ന നടപടിയിലേക്കും പോയത്. അത് സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനപ്രകാരമായിരുന്നു സജിമോനെ പുറത്താക്കിയത്. പിന്നീട് കൺട്രോൾ കമ്മീഷൻ ഈ വിഷയത്തിൽ ഇടപെടുകയും അന്വേഷിക്കുകയും തുടർന്ന് സജിമോനെ പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് പോവുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം തിരുവല്ലയിൽ ലോക്കൽ കമ്മിറ്റി യോഗത്തിലേക്ക് സജിമോൻ പങ്കെടുക്കാൻ എത്തിയിരുന്നു. അവിടെ ചില എതിർപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. കാരണം പീഡനക്കേസ് പ്രതിയായിട്ടുള്ള ഒരാളെ വീണ്ടും പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കുകയും ലോക്കൽ കമ്മിറ്റിയിലേക്ക് പങ്കെടുക്കുന്നതിന് വേണ്ടി എത്തുകയും ചെയ്തതിനെതിരെ പ്രതിഷേധമുണ്ടായിരുന്നു. അതുമാത്രമല്ല, സജിമോനെതിരെ തിരുവല്ലയിലെ പല ഭാഗങ്ങളിൽ നോട്ടീസുകളും പ്രചരിച്ചിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സജിമോൻ്റെ ഒരു പ്രതികരണവും കഴിഞ്ഞ ദിവസം വന്നിരുന്നു. അതായത് തനിക്കെതിരെയുള്ള പീഡന പരാതി വ്യാജമാണെന്നായിരുന്നു സജിമോൻ ആവർത്തിച്ച് പറയുന്നത്. അതുമാത്രമല്ല, പരാതി നൽകിയ സ്ത്രീക്ക് ആക്ഷേപമില്ലെന്നും അത് സംസ്ഥാന കമ്മിറ്റിക്ക് ബോധ്യമായെന്നും പറയുന്നു. ഏതായാലും ഇപ്പോൾ ഇദ്ദേഹത്തെ പാർട്ടിയിലേക്ക് തിരിച്ചെടുത്തത് സംബന്ധിച്ചാണ് ഇപ്പോൾ അന്വേഷണ കമ്മീഷനെ അത് വിശദമായിട്ടുള്ള അന്വേഷണത്തിലേക്ക് പാർട്ടി പോകുന്നത്. അത് സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനപ്രകാരമാണ് 3-അംഗ കമ്മീഷൻ തിരുവല്ലയിൽ പീഡനക്കേസ് പ്രതിയെ തിരിച്ചെടുത്തതിലെ തർക്കം അന്വേഷിക്കാൻ 3-അംഗ കമ്മീഷനെ നിയോഗിച്ചിരിക്കുകയാണ് CPIM.